നമുക്ക് റിസോർട്ടിൽ നിന്നുള്ള ആ വ്യൂ എങ്ങനെയാണെന്നത് എന്താലേ നല്ല തണുപ്പ് കിട്ടോ. തേയില തോട്ടങ്ങൾക്ക് നടുവിലാണ് ഈ ഒരു റിസോർട്ട് വരുന്നത്. കെന്താരി റോഡ് ഇതാണ് മച്ചാന്മാരെ നമ്മുടെ ഒരു വില്ലാസൊക്കെ ആയിട്ട് ഇവിടെ വരുന്നത്. ഇവിടെ നോർമൽ റേഞ്ചിലുള്ള റൂമുകളാണ് ഈ സൈഡിലുള്ളത്. അതുപോലെ തന്നെ ഈ സൈഡിൽ നമുക്ക് കുറച്ചുകൂടെ പ്രീമിയം ആയിട്ടുള്ള റൂംസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ബാക്ക് സൈഡിലുള്ള ഒരു മലനിരാണോ, ഇതൊരു രക്ഷയില്ല കേട്ടോ. ഈ പറയുന്നുണ്ട് തകർത്തിലത് കുളിര് പോരുന്ന കാഴ്ച. ഫോണിവിടെ. അപ്പോൾ ഇന്നലെ നമ്മൾ രാത്രി വന്നിട്ട് നേരം വൈകിയാണ് കിടന്നത്. രാത്രി ആയതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. നാക്ക് പല്ലയ്ക്ക നമുക്ക് റിസോർട്ടിൽ നിന്നുള്ള ആ വ്യൂ എങ്ങനെയാണെന്നത് നോക്കാനട്ടാ. ഇറങ്ങിയപ്പോൾ തന്നെ തണുപ്പ് കിട്ടോ. ഇതാണ് മക്കളെ ഊട്ടി. നമുക്ക് ഈ ഇടത്ത് ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കാം. നമ്മൾ ഇന്നലെ ഇവിടെയാണ് ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ചെറിയ രീതിയിലാണെങ്കിലും അങ്ങനെ നല്ല പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. എന്താലേ നല്ല തണുപ്പ് കിട്ടോ. കോടൊന്നും കാണാനില്ല. ഏകദേശം സമയം ഇപ്പോൾ 6:45 തേയില തോട്ടങ്ങൾക്ക് നടുവിലാണ് ഈ ഒരു റിസോർട്ട് വരുന്നത്. അപ്പം ഇതാണ് ഈ സൈഡിൽ നിന്നുള്ള വ്യൂ. നമുക്ക് ഇനി ഈ ഫ്രണ്ടിലേക്കൊന്ന് പോകുന്നതുണ്ട്. ഇവിടെ ഇതേപോലെ ഒരുപാട് കോട്ടേജസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞു തരാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഊട്ടിയിൽ നിന്ന് ഏകദേശം ഒരു 8.5 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. റൂമിന് മുന്നിലായിട്ട് നോക്കിയിട്ട് നല്ല ഭംഗിയുള്ള കണ്ടോ, നല്ല പൂക്കളെ കിട്ടുക. ഈ റിസോർട്ടിൻ്റെ പേര് ഇതാണ്, ഫേൺ വില്ല ഗാർഡൻ, പുതുവീട് കെന്താരി റോഡ്. ഇതാണ് മച്ചാന്മാരെ നമ്മുടെ ഒരു വില്ലാസൊക്കെ ആയിട്ട് ഇവിടെ വരുന്നത്. ഇവിടെ നോർമൽ റേഞ്ചിലുള്ള റൂമുകളാണ് ഈ സൈഡിലുള്ളത്. അതുപോലെ തന്നെ ഈ സൈഡിൽ നമുക്ക് കുറച്ചുകൂടെ പ്രീമിയം ആയിട്ടുള്ള റൂംസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ മല നിരയാണ് അടിപൊളിയായിട്ടാണ്. നോക്കിക്കേ, ഇത് റിസോർട്ടാണോ വീടാണോ ഈ വല്ല ഹോട്ടൽസാണോ എന്നും അറിയില്ല. ഫോർ ബുക്കിങ്ങിനായിട്ട് ഞാൻ നമ്പർ തരാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. ഇതിൽ നമുക്ക് താഴത്തേക്ക് പോരെ. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഊട്ടിയിലേക്ക് വരികയാണെങ്കിൽ ഊട്ടി ടൗണിൽ നിന്ന് മാറി ഒന്ന് ഫ്രീ ആയിട്ട് തിരക്കുകൾക്കിടയിൽ നിന്ന് ഒന്ന് മാറിയിട്ട് കൂളായിട്ടൊന്ന് താമസിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള റിസോർട്ടുകളിൽ വേണം ബുക്ക് ചെയ്യാൻ. ടൗണിൽ തന്നെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രീ ആണ്, പക്ഷേ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും. ഇവിടെ സൗകര്യങ്ങൾക്ക് കുറവൊന്നുമില്ല. നമ്മൾ ഫുഡിനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ അവർ ചെയ്തു തരും. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ നൈറ്റിൽ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോലെ കുറച്ച് റിസ്ക്കിയാണ്. രാത്രി മാടുകൾ, ഈ എന്താ പറയുക, നമ്മളെ കാട്ടുപോത്ത്, കാട്ടെരുമല്ലേ, അത്തരം ജീവികൾ രാത്രി റോഡുകളിലുണ്ടാവും. അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചാൽ മാത്രം മതി. രാത്രി റിസ്ക് ആവുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു മലനിരയെ കാണുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു വൈബ് ഉണ്ടല്ലോ മച്ചാന്മാർ, അത് വേറൊരു റേഞ്ചാണോ. നമുക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത്തരം വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യുക, നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, യാത്ര ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾക്ക് മാത്രം കേട്ടോ. യാത്ര ഇഷ്ടപ്പെടാത്ത സുഹൃത്തുക്കൾക്കും ജസ്റ്റ് ഷെയർ കൊടുക്കുക. കാരണം നമ്മൾ ഇത്തരത്തിലുള്ള യാത്ര ചെയ്യുമ്പോഴാണ് ജോലിയിൽ നിന്ന് ഭയങ്കര ഫ്രീ മൈൻഡായിട്ട് പോകുന്നത്. നമ്മുടെ ഈ കുറഞ്ഞ ഏജിൽ അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ കുറഞ്ഞ ഏജിൽ നമ്മൾ കാണേണ്ട അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ പോയി കാണുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ആ ഒരു സൈഡിലേക്ക് പോകാം. ഇവിടെ 7-6:45 ഈ സമയമായിട്ട് നോർമൽ കൂളിങ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഈവനിങ്ങിൽ മാത്രമാണ് നല്ല തണുപ്പ് വരിക. പിന്നെ എനിക്ക് തോന്നുന്നു ഡിസംബർ മാസം
സീസൺ ടൈമിലൊക്കെ ആയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നമുക്ക് ഈ ബാക്ക് സൈഡിലുള്ള ഒരു മലനിരയാണോ, ഇതൊരു രക്ഷയില്ല കേട്ടോ. ഈ ഭാഗത്തുള്ള വ്യൂ നമുക്കൊന്ന് നോക്കാം. ഈ ഭാഗത്ത് വരുമ്പോൾ ഒരുപാട് തേയിലല്ലാതെ തന്നെ ഇവിടൊക്കെ അടുത്തുള്ള വീടുകളാട്ടോ, ഇതൊക്കെ വീടുകളാണ്. ഇവിടൊക്കെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്ത് വീടിന് മുകളിലാട്ടോ. അപ്പോൾ ഉള്ള സ്ഥലം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാം എന്നുള്ളൊരു സെറ്റപ്പാണ്. നമ്മൾ ഈ കൃഷിത്തോട്ടങ്ങൾ നമുക്കിവിടെ കാണാം. കണ്ടോ താഴെ ക്യാരറ്റ് കൃഷിയിടങ്ങളൊക്കെ നന്നായി ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടെ താഴത്തൊരു വഴി കണ്ടോ, അവിടെ ഒരു ചെറിയ പാലം. എന്ത് രസമല്ലേ ദൂരത്തുനിന്ന് ഇങ്ങനെ നോക്കിക്കാണാം. എന്തായാലും എന്ത് ഭംഗിയാ കാണാൻ. വാ, അടിപൊളി. നമുക്ക് 12 ഫോട്ടോസ് എടുക്കാം. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ചെറിയ രീതിയിലുള്ള ഗ്ലൗസൊക്കെ ഇട്ടിട്ട് വേണം വരാൻ, അല്ലെങ്കിൽ കയ്യൊക്കെ ഇങ്ങനെ മരവിക്കും. ഏകദേശം തണുപ്പ് സെറ്റായിട്ട് തുടങ്ങി. നമ്മൾ ഇന്നലെ ആ ഒരു മൗണ്ടെയിൻ വ്യൂ കാണാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോഴാണ് ഒന്നുകൂടെ തണുപ്പ് സ്ട്രോങ് ആയിട്ടുള്ളത്. ഇവിടെ എന്തുകൊണ്ടും ഫാമിലി ആയിട്ട് വരുമ്പോഴും സേഫായിട്ടാണ് താമസിക്കാൻ. അതിൽ നമ്മൾ 100% ഗ്യാരണ്ടി. അപ്പോൾ നിങ്ങൾ ഈ ഫേം വില്ല ഹോളിഡേ ഹോമിന് ബുക്കിങ്ങിനായിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഈ നമ്പറിൽ വിളിക്കുക, 7736168505 എന്നുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വരാവുന്നതാണ്. ഇനി നമുക്ക് റൂമിലേക്ക് പോയിട്ട് ചെറിയൊരു ചായ ഒന്ന് ഫ്രഷ് ആകാനുണ്ട്. നീ കാപ്പി ഉണ്ടാക്കാൻ പോവാണ്. കഴിഞ്ഞിട്ട് കുളിക്കോ? കാപ്പി ഉണ്ടാക്കി കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഓണാക്കി വെക്കാം. എന്നിട്ട് നമ്മൾ ഈ ഏരിയയുടെ ടീ ടാഗ് ഉണ്ട്, ഇത് ജസ്റ്റ് മുക്കുക. ഇനി ഷുഗർ വേർ ഈസ് ദ ഷുഗർ എന്ത് ഷുഗറാണോ കേട്ടോ. SNG റോയലിൻ്റെ ഷുഗറാണ്. ഇനി എവരിഡേയുടെ ഡയറി ക്രീമർ ഇത് നമ്മൾ ഈ ചായയിലോട്ട് ഇടുന്നു. സ്പൂൺ എടുക്കുക, കഴുകുക. ഓക്കെ, ഇനി പുറത്ത് പോയിട്ട് ഈ ചായ അങ്ങ് നമ്മൾ കുടിച്ചാലോ? അയ്യോ താർത്ത്. ബാക്കിയുള്ള ആളുകളൊക്കെ എണീറ്റ് വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ടേബിൾ ഇവിടെ ഇരിക്കുന്നതിന് മുന്നേ ഇങ്ങനെയുള്ളൊരു ഫോട്ടോ എങ്ങനെയുണ്ട്? താരത്തിലത് കുളിര് പോരുന്ന കാഴ്ച. അപ്പം ഇനി